ഹലോ ഗൈസ്, നമ്മുടെ ബൈക്ക് ട്രിപ്പിൻ്റെ 10ാമത്തെ ദിവസമായ ഇന്ന് നമ്മളിപ്പോൾ രാവിലെ ചിത്രദുർഗ എന്നൊരു സ്ഥലത്താണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഈ ഒരു സ്ഥലം നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്തതാണ്. പക്ഷേങ്കിൽ ഇന്നലെ വൈകുന്നേരം നമ്മൾ ഹംപിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കാണ് യാത്ര തിരിച്ചത്. പക്ഷേ പകുതിക്ക് വഴിയിൽ നമുക്ക് നന്നായിട്ട് മഴ കിട്ടി. വഴിയിലെങ്ങും എവിടെ ഇറങ്ങി നിൽക്കാൻ പോലും ഒരു കട പോലും ഇല്ലാത്ത രീതിയിൽ നമ്മളാകെ കുടുങ്ങിപ്പോയിട്ടോ. നമ്മൾ ലഗേജും എല്ലാം തന്നെ നനഞ്ഞ് ആകെ പിണ്ടി പരുവായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ രാത്രി ആയപ്പം ഒരു ലൈറ്റ് കണ്ടൊരു സ്ഥലം നോക്കി അങ്ങനെ ചെന്ന് ഒരു ഹോട്ടൽ നമുക്ക് തേടി പിടിച്ച് കിട്ടി. സ്ഥലം ഏതാണെന്നൊന്നും സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടായിരുന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് ചിത്രദുർഗ എന്നുള്ള സ്ഥലമാണെന്ന് മനസ്സിലായത്. അങ്ങനെ അവിടെ റൂമൊക്കെ എടുത്ത് രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് ഇവിടെ ചിത്രദുർഗ ഫോർട്ട് എന്നൊരു സ്ഥലം കാണാനുണ്ടെന്ന് മനസ്സിലായത്. കുറച്ച് മാത്രം നനഞ്ഞൊരു ഡ്രസ്സും അതിനകത്തുനിന്ന് എടുത്തിട്ടിട്ട് നമ്മൾ ഏതായാലും ഇന്നത്തെ കാഴ്ചയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചിത്രദുർഗ ഫോർട്ടിനവിടേക്ക് എത്തി. ഇവിടെ രാവിലെ എക്സസൈസ് ചെയ്യാനായിട്ടൊക്കെ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ്. സത്യം പറഞ്ഞാൽ വന്നപ്പോൾ വിചാരിച്ചില്ല ഇത് ഇത്രയും വലിയൊരു ഫോർട്ടായിരിക്കും എന്നുള്ളത്. ഈ ഫോർട്ട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ തോന്നി മഴ പെയ്തത് നന്നായി. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ വലിയൊരു ഫോർട്ട് ജീവിതത്തിൽ കാണാൻ പറ്റി. കുറേ ഫോർട്ടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അത്രയും വലുതാണ്. ഈ ഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ കോട്ടകളിൽ ഒന്നായിട്ടാണ് ഈ ചിത്രദുർഗ കോട്ടയെ പറയുന്നത്. ഈ ഒരു കോട്ടയുടെ ആർക്കിടെക്ചർ, യുദ്ധചരിത്രം, വീരത, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണിത്. ചിത്രദുർഗ കോട്ടയുടെ ചരിത്രം 10ാം നൂറ്റാണ്ടിലേക്കാണ് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നത്. ചാലൂക്യ രാജവംശം മുതൽ നായകനായിരുന്ന ഹൈദർ അലി വരെയുള്ള കാലഘട്ടത്തിൽ ഈ കോട്ട അനേകം അധിപന്മാരുടെ കയ്യിൽ നിന്ന് മാറി മറിഞ്ഞിട്ടുണ്ട്. 17ാം നൂറ്റാണ്ടിൽ നായകവംശം ഈ കോട്ട വികസിപ്പിക്കുകയും പിറകെ ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും ഭരണത്തിനിടയിൽ വലിയ യുദ്ധങ്ങൾ ഇവിടെ നടക്കുകയും ചെയ്തു. ഈ കോട്ട അത്യന്തം ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് പ്രശസ്തമായതാണ്. ചിത്രദുർഗ കോട്ടയെ ഏഷ്യയിലെ എക്കാലത്തെയും ശക്തമായ കോട്ട എന്ന് പറയാറുണ്ട്. ഈ കോട്ട ഏകദേശം 1500 ഏക്കർ വിസ്തീർണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് പ്രധാന 35 പ്രവേശന കവാടങ്ങളും 19 ദ്വാരങ്ങളും 200 വെള്ളക്കിണറുകളും ചുരുങ്ങിയത് 18 അളവിലേറിയ കൊളമ്പുകളും ശതകണക്കിന് മറുപടി വഴികളും തുടങ്ങിയവയുണ്ട്. ഈ കോട്ടയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രകൃതി ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ കോട്ടയുടെ ഏറ്റവും മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ചിത്രദുർഗ നഗരം, പിന്നെ കുന്നുകൾ, കല്ലുരൂപങ്ങൾ എല്ലാം തന്നെ ഒരു മായ കാഴ്ചകളാണെന്ന് തന്നെ പറയാട്ടോ. ഇവിടുത്തെ പ്രവേശന സമയം വരുന്നത് രാവിലെ 8 മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. നമുക്കിതിന് ശേഷം നേരെ ബാംഗ്ലൂരിലേക്കും കൂടെ പോകാനുള്ളത് കൊണ്ട് ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഓടി പിടിച്ചാലുണ്ടോ കാണുന്നത്. എത്ര അങ്ങോട്ട് ചെന്നിട്ടും കോട്ട കഴിയുന്നില്ലല്ലോ ഈശ്വര എന്നുള്ള രീതിയിലാണോ നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മൊത്തം എടുത്ത് കാണാനുള്ളൊരു മുതൽ ഈ കോട്ടയ്ക്ക് ഉണ്ട് കേട്ടോ. നമ്മളേതായാലും ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ഇത് ഏതായാലും ചുറ്റിക്കറങ്ങി ഓടി കണ്ടു തീർക്കുകയാണ് ശരിക്കും. കോട്ടയ്ക്കകത്ത് തന്നെ ധാരാളം കൊത്തുപണികളൊക്കെയുള്ള അമ്പലങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഇത് കോട്ടയ്ക്കകത്തുള്ള മറ്റൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഇതിനകത്തുള്ള കയറിയുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകട്ടോ. അങ്ങ് ദൂരെ പാറയ്ക്ക് മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വ്യൂ മൊത്തമായിട്ട് കാണാം. അപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ അങ്ങ് മേലേക്കും കൂടെ കയറാനുള്ള ശ്രമം നടത്തായിരുന്നു. ശരിക്കും അങ്ങോട്ട് ഒത്തിരി വഴികളൊന്നുമില്ല, ധാരാളം കുരങ്ങന്മാരുടെ ശല്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് കണ്ടു തീർത്ത് പെട്ടെന്ന് തന്നെ താഴേക്ക് എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂം എടുത്ത സ്ഥലത്തേക്ക് ചെന്ന് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം നേരെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുകയാണ്. ഇനി ഇവിടെ നിന്നും ഏകദേശം 200 കിലോമീറ്ററാണ് കേട്ടോ ബാംഗ്ലൂരിലേക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഉച്ചയൊക്കെ ആവാറാകുമ്പോഴേക്കാണ് സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് എത്തുന്നത്. അതായത് ഏകദേശം രാവിലെ മുതൽ ഒരു 4 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്തു. അതിനിടയിലൊക്കെ നമുക്ക് ധാരാളം ബാംഗ്ലൂരിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ബ്ലോക്ക് കിട്ടി. അങ്ങനെയും കുറേ സമയം പോയിട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം മൊത്തം നമ്മൾ ബാംഗ്ലൂരിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇന്നലത്തെ മഴ നമ്മളെ ബാംഗ്ലൂരിലേക്ക് എത്തിച്ചില്ല, നേരെ ചിത്രദുർഗയിലാണ് എത്തിച്ചത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ചിത്രദുർഗ ഫോർട്ട് നമുക്ക് എക്സ്ട്രാ ഒന്ന് കാണാൻ പറ്റി. അതിനുശേഷം നമ്മൾ ഉച്ചയായപ്പോഴേക്കാണ് കേട്ടോ ബാംഗ്ലൂരിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനുകളൊക്കെ നന്നായിട്ട് അങ്ങ് പൊളിച്ചെഴുതി ബാംഗ്ലൂർ പാലസ് എന്നതിലേക്ക് മാത്രമായിട്ട് ചുരുക്കിയിട്ടോ. ബാക്കിയുള്ള ബാംഗ്ലൂർ കാഴ്ചകളൊക്കെ മറ്റൊരു അവസരത്തിൽ കാണാമെന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ട് 10ാമത്തെ ദിവസമായി. അച്ചോട്ടിന് അടുത്ത ദിവസം തന്നെ ജോലിക്ക് പ്രവേശിക്കേണ്ടതാണ്, ലീവൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര ഈ ഒരു ബാംഗ്ലൂർ പാലസിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ ബ്ലോക്കുകൾ കിട്ടി ലാസ്റ്റ് നമ്മൾ ഏതായാലും ബാംഗ്ലൂർ പാലസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. അവിടെ ചെന്ന് നേരെ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് വരുന്നത് 240 രൂപയാണ്.
അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കൊട്ടാരത്തിനുള്ളിൽ ഫോട്ടോ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ കിട്ടി നമ്മളത് കയ്യിൽ ഒട്ടിച്ചതിന് ശേഷം പാലസിനുള്ളിലെ കാഴ്ചകളൊക്കെ കയറി കണ്ടു. വളരെ ഭംഗിയുള്ള ഒരു പാലസ് ആണ് കേട്ടോ. ധാരാളം കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. ഈ പാലസ് യൂറോപ്യൻ കൊട്ടാരങ്ങളിലെ ശൈലി അനുകരിച്ചാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. പാലസും അതിൻ്റെ ചരിത്രവും സുന്ദരമായിട്ടുള്ള ശില്പകലയും ഭംഗിയായിട്ടുള്ള ഗാർഡനും ഇന്നും കാണികളെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. 1874 ഈ പാലസിന് നിർമ്മാണം ആരംഭിച്ചത്. മൈസൂർ രാജകുടുംബത്തിലെ ചാമരാജേന്ദ്ര ഗോഡിയാർ 21ാം വയസ്സിൽ ഈ കൊട്ടാരം സ്വന്തമാക്കി. പാലസിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ വിൻസൺ കാസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇംഗ്ലീഷ് ട്യൂഡർ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഗോപുരങ്ങളും വൃത്താകൃതിയിലുള്ള കോട്ടകളും കൊത്തുപണികളും എന്നിവയൊക്കെയാണ് പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. പാലസിന്റെ അകത്തളങ്ങൾ യൂറോപ്യൻ ഇന്ത്യൻ ശൈലികളുടെ ഒരു മിശ്രിതമാണെന്ന് തന്നെ പറയാം. കൊട്ടാരത്തിന്റെ വാൾസ് മുഴുവൻ മനോഹരമായിട്ടുള്ള മ്യൂറൽ ചിത്രങ്ങളിൽ അലങ്കരിച്ചിട്ടുണ്ട്. വലിയ മരംകൊത്തു പണികളും സ്പാനിഷ് സ്റ്റൈൽ ഫർണിച്ചറുകളും ഗോത്തിക് ആർക്ക് രൂപത്തിലുള്ള ജനാലകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. രാജകീയ ആഘോഷങ്ങൾക്കായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള വലിയൊരു ദർബാർ ഹാളും ഇവിടുത്തെ വളരെ പ്രശസ്തമാണ്. പാലസിന് ചുറ്റും ഏകദേശം 450 ഏക്കർ സ്ഥലത്ത് മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനും കൂടെയുണ്ട്. ഇവിടെ പലപ്പോഴും സംഗീത പരിപാടികൾക്കും കലാപ്രദർശനങ്ങൾക്കും ഒക്കെ വേദിയാകുന്നുണ്ട്. ബാംഗ്ലൂരിലെ വസന്ത് നഗറിലാണ് കേട്ടോ ഈ ഒരു പാലസ് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കാണെങ്കിൽ 240 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. അങ്ങനെ ബാംഗ്ലൂർ പാലസിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ ഏതായാലും തിരിച്ച് ചെന്നൈയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് കേട്ടോ. എവിടെ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇറങ്ങാൻ കഴിഞ്ഞില്ല. എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഇതേപോലെ ബ്ലോക്കിൽ ഇങ്ങനെ പെട്ട് കിടക്കുമ്പോഴാണ് കേട്ടോ ഒക്കെ കണ്ടത്. കുറച്ചുകൂടെയൊക്കെ കാഴ്ചകൾ കാണണം എന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒട്ടും സമയമില്ലാത്ത രീതിയിൽ നമ്മൾ ഇതായിപ്പോയിട്ട്. ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് 7 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് കേട്ടോ. 327 കിലോമീറ്ററാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് ഇന്ന് രാത്രി കൊണ്ട് വീട്ടിലെത്തിട്ടോ. ഈ പോരുന്ന വഴിക്കും രാത്രി ആയപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് മഴ കിട്ടി. നമ്മൾ ബാക്കിയും കൂടെ ഫുള്ള് നനഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉച്ച സമയത്തിന് ശേഷം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം നമുക്ക് അത്രയും ദുരിതപൂർണ്ണമായ യാത്രയായിരുന്നു 2 ദിവസമായിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ 10 ദിവസത്തെ ബൈക്ക് യാത്രയാണ് ഇട്ടുണ്ടായത്. അപ്പോൾ 10 ദിവസം ഓരോരോ സ്ഥലത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കാണാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടാനും മറക്കല്ലേ. ഓക്കെ, ബൈ.